Hi friends, welcome to BA tutorial. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് ലേണിംഗിനെ കുറിച്ചിട്ടാണ്. തിയറീസ് ഓഫ് ലേണിംഗിനെ കുറിച്ചിട്ടൊരു മുന്നേ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടിയും ഓരോരോ തിയറീസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു PPT ആണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് തരാൻ പോകുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നു തിയറീസ് ഓഫ് ലേണിംഗ്. തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ലേണിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. അതായത് നമ്മൾ ലേൺ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, ലേണിങ്ങിന് ശേഷം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ തിയറീസ് ഓഫ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്, നമ്മുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ, അതായത് ഇപ്പോൾ ലേണിംഗ് നമ്മളെ ഒരു ബിഹേവിയറിന് നമ്മുടെ ബിഹേവിയറിന് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തിയേക്കാം. ലേണിങ്ങിലൂടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ പ്രോസസ്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയേക്കാം. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ലേണിംഗ് വഴി വരുന്നുണ്ട്. അപ്പോൾ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ഓഫ് ലേണിങ്ങുമായിട്ട് പ്രധാനമായിട്ടും 3 അപ്രോച്ചസുകളാണ് തിയറീസ് ഓഫ് ലേണിങ്ങിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു 3 അപ്രോച്ചസിനകത്തും ഓരോരോ തിയറീസ് ഫോം ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള തിയറീസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 അപ്രോച്ചസിന്റെ ബേസിസിലാണ് നടക്കുന്നത്. ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആൻഡ് കോഗ്നിറ്റീവ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട ലേണിംഗ് തിയറീസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലേണിംഗ് ഈസ് എ മെന്റൽ ബിഹേവിയറൽ ചേഞ്ചസ്. അപ്പോൾ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിനകത്ത് പറയുന്നത് എന്താണ്, ലേണിങ്ങിലൂടെ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലേണിങ്ങിനെ കുറിക്കുന്ന തിയറീസിനെ, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ലേണിംഗ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന തിയറീസ് ആണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിനകത്ത് വരുന്നത്. എന്താണ്, ലേണിംഗ് ഈസ് എ മെന്റൽ ബിഹേവിയറൽ ചേഞ്ചസ്. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു മെന്റൽ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെയുള്ള ലേണിങ്ങുകളുണ്ട്. അപ്പോൾ ആ ലേണിങ്ങുകളെ കുറിച്ച് പറയുന്ന തിയറീസിനെ കുറിച്ചിട്ടാണ് ഈ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിന് കീഴിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താ പറയുന്നത്, ഒരു ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആരുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു ടീച്ചറിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട ലേണിംഗ് എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. അപ്പോൾ ഈ ലേണിങ്ങിലൂടെ ഒരു കുട്ടിയിൽ ഒരു ബിഹേവിയറിസ്റ്റിക് ആയ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുന്നു, അതിനൊരു ടീച്ചറിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓക്കെ, ഇനി നോക്കുന്നു, ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കുറേയധികം തിയറീസ് ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ തിയറീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട 3 തിയറീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. ഓക്കെ, തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. ഓക്കെ, ഫസ്റ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിക്കുക, രണ്ടാമത് ട്രയൽ ആൻഡ് എറർ, മൂന്നാമത് ഓപ്പറന്റ് കണ്ടീഷൻ. ആ ഒരു ഓർഡറിൽ നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറക്കില്ല, നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഞാൻ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ തരും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി PPTs പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം നമുക്ക് തിയറീസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിലേക്ക് പോവാം. ഇവാൻ വി പാവ്ലോവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ആദ്യമേ ഞാൻ പറഞ്ഞു, നമ്മളൊരു തിയറി പഠിക്കുമ്പോൾ ആ തിയറി പ്രൊപ്പഗേറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ പേര്. അപ്പം നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഇവാൻ പാവ്ലോ, അങ്ങനെ പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവാൻ പാവ്ലോവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, പാവ്ലോവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പഠിക്കുന്നതാണെന്ന് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴും വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത് ഇവാൻ പാവ്ലോവുടേതാണ്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകളുടെ ഒരു മെയിൻ പോർഷനാണ്. അപ്പോൾ ഈ ഒരു തിയറീസ് ഓഫ് ലേണിംഗ് ഇല്ലാത്ത ഒരു എക്സാം ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിൻ്റെ ഒരു ക്ലാസ് ഇടാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത് ഇവാൻ പാവ്ലോവുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള ആ ഒരു തീം നമ്മുടെ മനസ്സിലേക്ക് നന്നായിട്ട് നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയെ
പ്രധാനമായിട്ടും 3 പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. റെസ്പോണ്ടന്റ് കണ്ടീഷനിങ്, കണ്ടീഷൻഡ് റെസ്പോൺസ് ആൻഡ് എസ് ടൈപ്പ് കണ്ടീഷനിങ്. അതായത് ഈ ഒരു കണ്ടീഷനിങ്ങിനകത്ത് പറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു തിയറിക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്താണ് ഒരു റെസ്പോൺസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു? എന്തിലൂടെ? നമ്മൾ ഒരു കാര്യം കണ്ടീഷൻ ചെയ്തെടുത്ത് ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ മറക്കില്ല. നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു കണ്ടീഷൻ ചെയ്തെടുക്കുന്ന രീതി, ആ കണ്ടീഷനിലൂടെ നമ്മൾ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയെ റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അത് തന്നെയാണ് തിരിച്ചു പറയുന്നു കണ്ടീഷൻഡ് റെസ്പോൺസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടീഷൻ ചെയ്ത് നമ്മൾ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നു. രണ്ടാമത് കണ്ടീഷൻഡ് റെസ്പോൺസ്. ദെൻ മൂന്നാമത് പറയുന്നു എസ് ടൈപ്പ് കണ്ടീഷനിങ്. അപ്പോൾ നമ്മൾ കറക്റ്റ് നോക്കിക്കൊള്ളാം. എസ് ടൈപ്പ് കണ്ടീഷനിങ്, അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആദ്യം പഠിക്കുക, ട്രയൽ ആൻഡ് എറർ രണ്ടാമത് പഠിക്കുക, മൂന്നാമത് ഓപ്പറന്റ് കണ്ടീഷൻ പഠിക്കുക. കാരണം എന്ന് വെച്ചാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത് എസ് ടൈപ്പ് കണ്ടീഷനിങ് ആണ്, ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് SR ടൈപ്പ് ആണ്, ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് R ടൈപ്പ് ആണ്. അപ്പോൾ എസ്, SR, R. അപ്പോൾ അങ്ങനെ പഠിക്കാനായിരിക്കും നമുക്ക് എളുപ്പം. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്ലാസ് വരുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ പറയാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത് എസ് ടൈപ്പ് കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഇവിടെ എസ് എന്താണ് എന്നുള്ളത് ആലോചിക്കുക. എസ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ്. അതായത് സ്റ്റിമുലസിനാണ് ഇവിടെ പ്രാധാന്യം. നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ എങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു, ആ കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയെ എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇതിനകത്ത് ഈ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലേണിങ്ങിനകത്തൊരു ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ അതെങ്ങനെയെങ്കിലും അതൊരു എക്സ്പെരിമെന്റിലൂടെ എക്സ്പെരിമെന്റ് ചെയ്ത് സക്സസ് ആയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവാൻ പാവ്ലോ തൻ്റെ എക്സ്പെരിമെന്റ് ചെയ്ത അനിമൽ എന്ന് പറയുന്നത് ഡോഗാണ്. ഓക്കെ, അപ്പോൾ ഈ അനിമലിനെ വെച്ചിട്ട് എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തു എന്നുള്ളത് പഠിക്കുമ്പോൾ നമ്മുടെ ആ ഒരു തിയറിയായി ആ ഒരു എക്സ്പെരിമെന്റ് നമ്മുടെ മനസ്സിൽ നന്നായിട്ട് നമ്മൾ കൊണ്ടുവരിക. അപ്പം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏത് ഏരിയ ചോദിച്ചാലും പഠിക്കാൻ വേണ്ടുന്ന അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു എക്സ്പെരിമെന്റ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നു ഇവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിക്കകത്ത് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന അനിമൽ എന്ന് പറയുന്നത് ഡോഗാണ്. ഓക്കെ, ഇനി അദ്ദേഹം എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പട്ടിയെ അല്ലെങ്കിൽ ഒരു ഡോഗിനെ അദ്ദേഹം ഒരു കൂട്ടിലടയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു പട്ടി എന്ന് പറയുന്നത് ഒരു വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു ഡോഗാണ്. വിശന്നിരിക്കുന്ന ഒരു ഡോഗിനെ അദ്ദേഹം ഒരു കൂട്ടിനകത്ത്, ഒരു മാനുവലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടിനകത്ത് അദ്ദേഹം ഇട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഡോഗിന് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളെ നേരിട്ട് കാണാനൊന്നും കഴിയില്ല. ആ എക്സ്പെരിമെന്റ് അതായത് ആ ഡോഗിനെ കാണാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെന്ററിനെ ഒരു മിററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഡോഗിനെ കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എക്സ്പെരിമെന്റർ ചെയ്തിട്ടുണ്ട്. ഡോഗ് വിശന്നിരിക്കുന്നതാണ്, അത് മറന്നു പോകണ്ട. അപ്പോൾ അതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബിഫോർ കണ്ടീഷനിങ്. ആ പട്ടിയിൽ ഒരു കണ്ടീഷനിങ് ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. കണ്ടീഷനിങ് ഒന്നും ചെയ്യാത്ത ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വിശന്ന് കൂട്ടിനകത്തുള്ള ഒരു പട്ടി കൂട്ടിന് പുറത്ത് അവനുള്ള ഫുഡ് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പട്ടിക്കുള്ള ഫുഡ് കൂട്ടിന് പുറത്ത് കാണിക്കുമ്പോൾ വിശന്നിരിക്കുന്ന പട്ടിയിൽ സാധാരണയായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യും, ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കും അല്ലെങ്കിൽ ഉണ്ടായി വരും. അതാണ് സലൈവ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക. അതായത് ഒരു കൂട്ടിനകത്താണ് ഡോഗ് ഉള്ളത്. അപ്പോൾ നമ്മളത് ഇമാജിൻ ചെയ്യണം, കൂട്ടിനകത്ത് ഡോഗ് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡോഗിന് വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുന്നു. ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഫുഡാണ്. നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു സ്റ്റിമുലസ് കാണിക്കുകയാണ് ആ പട്ടിയിൽ. എന്താണ് ആ ഫുഡ് എന്ന് പറയുന്ന സ്റ്റിമുലസ് കാണിക്കുന്നു. ആ സമയത്ത് ഡോഗിൽ എന്താവുന്നു, ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ആവുന്നു. ആ റെസ്പോൺസ് ആണ് സലൈവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണിത്, ബിഫോർ കണ്ടീഷനിങ്. അദ്ദേഹം കണ്ടീഷനിങ് ഒന്നും ചെയ്യുന്നില്ല. കണ്ടീഷനിങ് ചെയ്യാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസും
നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസും അവിടെ ഉണ്ടാകുന്നു. നാച്ചുറൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഫുഡും നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത് സലൈവ ക്രിയേഷനുമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നു. ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനിങ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഈ സമയത്താണ് കണ്ടീഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് കണ്ടീഷൻ സമയം എന്ന് പറയുന്നത്, എന്നിട്ട് ആ രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് ആ ഒരു മീറ്റ് കാണിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ആ ഫുഡ് കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബെല്ല് കൂടി പ്ലേ ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ ആ ഡോഗിൽ എന്ത് ചെയ്യുന്നു, ഡോഗിൽ ഓട്ടോമാറ്റിക്കലി ഈ ബെല്ല് ഡോഗ് പെട്ടെന്നൊന്നും അത് കേൾക്കില്ല, ഫുഡ് മാത്രമായിരിക്കും അതിന്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ സലൈവ ക്രിയേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇതെന്ത് ചെയ്യുന്നു, കണ്ടീഷൻ ചെയ്തെടുക്കും. റിപ്പീറ്റ് ആയിട്ട് കുറേ തവണ ഫുഡിനോടൊപ്പം ബെല്ല് എന്നുള്ള ആ ഒരു പ്രോസസ്സിങ് ചെയ്ത് നമ്മൾ ഡോഗിനെ കണ്ടീഷൻ ചെയ്തെടുക്കും. അപ്പോൾ ഈ സമയത്തെല്ലാം പട്ടിയിൽ എന്തുണ്ടാവുന്നുണ്ട്, സലൈവ ക്രിയേഷൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഡ്യൂറിങ് കണ്ടീഷനാണ്, അത് കണ്ടീഷനിങ് ടൈമാണ്. എന്താണ്, അതായത് ഫുഡ് പ്ലസ് ബെല്ലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഡ്യൂറിങ് കണ്ടീഷനിങ് അല്ലെങ്കിൽ എന്താണ് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സമയത്തുള്ള സ്റ്റിമുലസ് ഏതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണോ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഡ്യൂറിങ് കണ്ടീഷനിങ് സമയത്ത് വന്ന എന്താണ്, ഡ്യൂറിങ് കണ്ടീഷനിങ് സമയത്ത് നമ്മൾ ബെല്ല് കൊടുക്കുന്നു, ഫുഡിനോടൊപ്പം ബെല്ല് കൊടുക്കുന്നു, അതിലൂടെ പട്ടിയിൽ ഒരു സലൈവ ക്രിയേഷൻ ഉണ്ടാക്കി എടുക്കുകയാണ്. ഓക്കെ, ഇനി നോക്കൂ, ലാസ്റ്റ് സ്റ്റേജ് ആണ്, മൂന്നാമത്തെ സ്റ്റേജ് ആണ് ആഫ്റ്റർ കണ്ടീഷൻ. നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തു കഴിഞ്ഞു. കണ്ടീഷൻ ചെയ്തെടുത്ത എങ്ങനെയാണ്, ഫുഡിന്റെ കൂടെ ബെല്ല് കൊടുത്തിട്ടാണ്. എന്നാൽ കണ്ടീഷൻ ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം ആഫ്റ്റർ കണ്ടീഷനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് കാണിക്കാതെ ബെല്ല് മാത്രം പ്ലേ ചെയ്താൽ എന്ത് ചെയ്യുന്നു, ഡോഗില് ഓട്ടോമാറ്റിക്കലി ഒരു സലൈവ ക്രിയേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഈ ബെല്ല് കേൾക്കുമ്പോൾ സലൈവ ഉണ്ടാകുന്നെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റെസ്പോൺസ് അല്ല, നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്ത റെസ്പോൺസ് ആണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റിമുലസ് ആണ്. എന്നാൽ ബെൽ എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റിമുലസ് അല്ല, നമ്മൾ കണ്ടീഷൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സ്റ്റിമുലസ് ആണ്. എന്നാൽ ഇനി അടുത്ത് പറയുന്നത് നോക്കൂ, സലൈവേഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഫുഡ് കണ്ടപ്പോഴുള്ള സലൈവേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ റെസ്പോൺസ് ആണ്. എന്നാൽ ബെല്ല് കേട്ടപ്പോഴുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് കണ്ടീഷൻ ചെയ്തെടുത്ത റെസ്പോൺസ് ആണ്. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, നമ്മളൊരു ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുത്തു. എന്തിലൂടെ, ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിമുലസിലൂടെ കണ്ടീഷൻ ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്, കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്നുള്ള പേരുകൾ ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണം നമ്മൾ ഈ എക്സ്പെരിമെന്റ് പഠിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇതാണ് ഇവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിക്കകത്ത് പറയുന്നത്. ഇതുമായിട്ട് ചോദിക്കാൻ ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഡ്യൂറിങ് കണ്ടീഷനിങ്ങിനകത്ത് പറയുന്നത് ആഫ്റ്റർ കണ്ടീഷനിങ്ങിലും ബിഫോർ കണ്ടീഷനിങ്ങിലും സ്റ്റിമുലസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ കുറിച്ചിട്ടും റെസ്പോൺസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ കുറിച്ചിട്ടും ആയിരിക്കും ഇതിനകത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിക്കോളുക, അതിൻ്റെ മറ്റ് പേരുകൾ നോക്കിക്കോളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഇച്ചിരി കൂടി നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, നേരത്തെ വീഡിയോയിൽ നിന്നും ഇപ്പോഴത്തെ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും അഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളോ ക്ലാസ്സിനകത്തുള്ള പോരായ്മകൾ അതെല്ലാം നിങ്ങൾ പറയണം. എന്നാൽ മാത്രമേ എനിക്ക് കറക്റ്റ് ചെയ്ത് പോകാൻ കഴിയൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.